ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഗോസ്പൽ ചർച്ച് മീഡിയയിലൂടെ ദൈവവചനം സംസാരിപ്പാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്നതായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം വായിച്ചതായ തിരുവചനത്തിൽ ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്ന ഒരു രക്ഷയെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേട്ടത്. രക്ഷ എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പല വിഷയങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ നേടുന്നതിനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ചില ആളുകൾ ആശുപത്രിയിൽ രോഗിയായിട്ടൊക്കെ കിടന്ന് സൗഖ്യം പ്രാപിച്ച് പുറത്തു വരുമ്പോൾ അവർ പറയും രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ. ചില കോടതി കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയ ആളുകൾ അവർക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടാകുമ്പോൾ അവരും പറയും രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വിവിധമായ വിഷയങ്ങൾ വരുമ്പോൾ, ജയിൽ മോചിതരാകുമ്പോൾ, രോഗസൗഖ്യം ഉണ്ടാകുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാർ പറയുന്നൊരു വാക്കാണ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ രക്ഷപ്പെടലിനെ കുറിച്ചല്ല വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ലോകത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള രക്ഷകളെല്ലാം വെറും താൽക്കാലികമാണ്. അത് ഒരു വിഷയത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നതായിട്ടുള്ള രക്ഷയെന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള ഒരു രക്ഷയല്ല. അത് നാം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വലിയ ശിക്ഷാവധിയിൽ നിന്ന് ഉള്ളതായിട്ടുള്ള രക്ഷയാണ്. ഈ രക്ഷ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്കൊരു നിർവചനം പറയാൻ കഴിയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? ദൈവം സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് പാപം ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നതായ മനുഷ്യൻ മാനസാന്തരപ്പെടാതെ ആ പാപത്തിൽ മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യൻ നിത്യശിക്ഷാവധി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ ഈ നിത്യമായ നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയാണ്, മോചനം പ്രാപിക്കുകയാണ്. ആ നരകമാകുന്ന ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനെയാണ് ബൈബിൾ വെളിച്ചത്തിൽ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ളതായിട്ടുള്ള ഒരു വിടുതലാണ്. അപ്പോൾ ആ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതും ആ രക്ഷയെ നമ്മൾ കരസ്ഥമാക്കേണ്ടതും വളരെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഈ രക്ഷയുടെ ആവശ്യം വന്നത്? നാം വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപമില്ലാത്ത അവസ്ഥയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിപ്പാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന് ദൈവം ചില വ്യവസ്ഥകൾ കൊടുത്തിരുന്നു. ആ വ്യവസ്ഥ ആ ഏദൻ എന്ന് പറയുന്ന തോട്ടത്തലവരെ ആക്കിയപ്പോൾ ആ തോട്ടത്തിൽ അവർക്ക് ജോലി ചെയ്യുകയും ദൈവത്തെ സേവിക്കുകയും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം സമാധാനത്തോടെ അവർക്ക് നയിക്കുവാനുള്ള അവസരമാണ് ദൈവം കൊടുത്തത്. എന്നാൽ
ആ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിച്ചു പോകും എന്നുള്ളൊരു നിയമമാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു വ്യവസ്ഥ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഇവർ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരു കൽപ്പന കൊടുത്തത്. അപ്പോൾ ആദാം ഹവ്വ ദമ്പതിമാർ അതനുസരിച്ച് അതിന് പ്രകാരമാണ് ജീവിച്ചിരുന്നത്. ദൈവമായിട്ട് വലിയൊരു ആത്മീയ ബന്ധത്തിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതായ സാത്താൻ അവർ ഈ ഹവ്വായുടെ അടുക്കിലേക്ക് വന്നിട്ട് ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിക്കണം, അത് ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയൊക്കെ ആകുമെന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുവാനായിട്ടിടയായി. ഈ ആദിമ മനുഷ്യർ ദൈവം പറഞ്ഞതായ വാക്ക് മറന്ന് ഈ സാത്താൻ പറഞ്ഞതായ വാക്ക് കേട്ട് ആ വൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിക്കുവാനായിട്ടിടയായി. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അവർ പാപികളായിട്ട് തീർന്നു. പാപികളായിട്ട് തീർന്നപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുവാനായിട്ടിടയായി. ദൈവവുമായിട്ട് അകൽച്ചയുണ്ടായി. മാത്രമല്ല, അവർ ഈ പഴം കഴിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപികളായി തീർന്നപ്പോൾ തന്നെ അവർക്കൊരു ആത്മീയ മരണം അവർക്ക് സംഭവിക്കുവാനായിട്ടിടയായി തീർന്നു. അവരുടെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ട് ദൈവവുമായിട്ടുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ അവരായിത്തീർന്നു. അപ്പോൾ ആ ദിവസവും സർവശക്തനായ ദൈവം ഏദേൻ തോട്ടത്തിൽ വന്ന് ആദാമിനെ ഹവ്വയെ സന്ദർശിക്കുകയാണ്. ആദാം ഹവ്വയൊക്കെ ആദ്യം ദൈവത്തിൽ നിന്ന് അകന്ന് ഒളിച്ചിരുന്നു. പക്ഷേ ദൈവം അവരെ, ആദാമേ നീ എവിടെയെന്ന് വിളിച്ച് ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അവിടെ വെളിപ്പെടുത്തി ആദാം ഹവ്വ ദമ്പതിമാരോട് ദൈവം സംസാരിക്കുകയാണ്. അവർക്ക് ചെയ്തതായ പാപത്തിന്, അനുസരണക്കേടിന് ദൈവം അവർക്ക് ചില ശിക്ഷകൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നീ കഠിനാധ്വാനം ചെയ്യും, മുഖത്തെ വേർപ്പോടെ നീ ഭക്ഷണം കഴിക്കും, പ്രസവവേദനയെക്കുറിച്ച് ദൈവം അവരെ ഓർപ്പിക്കുന്നു. അവർക്ക് ചില ശിക്ഷകൾ ദൈവം അവിടെ പറയുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ ഈ മനുഷ്യരെ തെറ്റിച്ചതായ സാത്താൻ അവൻ സർപ്പത്തിൽ കടന്ന് സർപ്പരൂപത്തിലാണ് വന്നത്. ആ സർപ്പത്തോടും ചില ശാപവാക്കുകൾ ദൈവം പറയുന്നതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. എന്നിട്ട് അവരെ ആദാം ഹവ്വ ദമ്പതിമാരെ ആ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അങ്ങനെ പിന്നെ ദൈവം പറഞ്ഞതുപോലെ അവർ വളരെ കഷ്ടപ്പാടോടുകൂടി, വേർപ്പോടുകൂടി, വേദനയോടുകൂടി അവർ ജോലി ചെയ്യുവാനും ജീവിക്കുവാനും തുടങ്ങി. അപ്പോൾ അവർ പാപികളാണ്. അപ്പോൾ അവർ പാപികളായി തീർന്നത് കൊണ്ട് ദൈവവുമായിട്ട്, വിശുദ്ധനായ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാനോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരാനോ അവർക്കൊരു രക്ഷയുമില്ല. അവർ പാപാവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് അകന്ന് അവർ പാപികളായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവം, ദൈവം നീതിമാനാണെങ്കിൽ തന്നെയും ദൈവം സ്നേഹവാനും കൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം സ്നേഹിച്ചിട്ട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ചില പ്രമാണങ്ങൾ വീണ്ടും ദൈവം അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് മനസാക്ഷി പ്രമാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ന്യായപ്രമാണം ദൈവം കൊടുക്കുകയാണ്. ന്യായപ്രമാണത്തിലൂടെ യാഗങ്ങൾ, പുരോഹിതന്മാർ, അത് കഴിഞ്ഞ് പ്രവാചകന്മാർ, അവർക്കിങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി പല പദ്ധതികൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ ആ പദ്ധതികളുണ്ടൊന്നും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മനുഷ്യനിങ്ങനെ യാഗം കഴിക്കുന്നു, പാപം ചെയ്യുന്നു, അവരിങ്ങനെ പാപത്തിലിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ആദാം ഹവ്വ ദമ്പതിമാർ അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോൾ അവർ പാപികളായി തീർന്നു. മാത്രമല്ല, അവരുടെ സന്തതികൾ പോലും പാപികളായിട്ട് തീർന്നു. നമുക്കറിയാം, ആദാമിന് കയീൻ ഹാബേൽ എന്ന് പറഞ്ഞ മക്കൾ ജനിച്ചു. അവരും പാപത്തിലാണ് ജനിച്ചത്. അവർ പാപത്തിൽ ജനിക്കുമ്പോൾ ഈ കയീൻ ഹാബേലുമായിട്ട്, തൻ്റെ സ്വന്തം സഹോദരനുമായിട്ട് ഒരു ആരാധന യാഗത്തോടുള്ള ബന്ധത്തിൽ ഈ കയീന്
ഹാബേലിനോട് ദേഷ്യമുണ്ടാകുന്നതായിട്ടും ഈ നിരപരാധിയായ ഹാബേലിനെ കൊല്ലുന്നതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ഒരു കൊലപാതകം അവിടെ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഈ പാപത്തിൽ ജനിച്ചതായ ആദാഹുവയും പാപികളായിരുന്നു. ആ പാപത്തിൽ ജനിച്ച തലമുറകൾ പോലും പാപത്തിലാണ് ജനിച്ചത്. അപ്പോൾ പാപത്തിൽ ജനിച്ചതിൻ്റെ ഫലമായിട്ട് പാപത്തിൻ്റേതായ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു. കൊലപാതകം അവർ ചെയ്തു. പിന്നെ നാം വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് നമ്മൾ കാണുന്നതായ പാപങ്ങളെല്ലാം തന്നെ അവിടെ പിന്നെ തലമുറകളായിട്ട് നടക്കുവാനായിട്ടിടയായി. കൊലപാതകം നടന്നു. പിന്നെ നാം വായിക്കുമ്പോൾ അവിടെ ദുർനടപ്പ്, വ്യഭിചാരങ്ങൾ, വിഗ്രഹാരാധനകൾ, ഇങ്ങനെയുള്ളതായ അടിപിടി, അക്രമങ്ങൾ, കോപം, മദ്യപാനം, ഈ പല കുറ്റകൃത്യങ്ങൾ, ഇന്ന് നമ്മൾ കാണുന്ന പാപത്തിൻ്റേതായ സ്വഭാവങ്ങളെല്ലാം ഈ മനുഷ്യൻ പാപിയായതുകൊണ്ട് അവർ ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് യാഗങ്ങളുണ്ട്, പ്രവാചകന്മാരിലൂടെ മനം തിരിയുവാനായിട്ട് ദൈവം സന്ദേശങ്ങളെ ജനത്തോട് അറിയിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പാപത്തിന് പരിഹാരത്തിന് യാഗങ്ങൾ കഴിക്കുവാനുള്ള വ്യവസ്ഥകൾ ദൈവം കൊടുത്തിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപത്തിൻ്റേതായ സ്വഭാവം, അതിൻ്റേതായ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്നതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ഇന്ന് കാണുന്ന പാപങ്ങളെല്ലാം തന്നെ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് ദുർനടപ്പാചരിച്ച് ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ലോകസ്നേഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപികളായി മനുഷ്യനിങ്ങനെ ലോകത്തിൽ ജീവിച്ചു. ആ പാപികളായ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നതിന് ഫലമായിട്ട് അവൻ അവസാനം പാപത്തിൻ്റെ ശമ്പളം മരണം. ആ പാപത്തിൻ്റെ ഫലമായിട്ട് അവരവസാനം മരിച്ച് നിത്യനരകത്തിലേക്ക് പോവുകയാണ്. ഈ പാപം ചെയ്യുന്ന മനുഷ്യനിങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നറിയാം, മദ്യപാനങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ പലരും മാനസിക രോഗികളായിട്ട് തീരുകയാണ്. മദ്യത്തിന് മനുഷ്യന് അടിമയായി ആ മദ്യത്തിൻ്റെ ആ അവസ്ഥയിൽ എന്തും കൊലപാതകങ്ങൾ നടത്തുകയാണ്, വ്യഭിചാരങ്ങൾ നടത്തുകയാണ്. അപ്പോൾ മനുഷ്യനിങ്ങനെ പാപത്തിൻ്റെ ഫലമായിട്ട് പലവിധമായ കുഴപ്പങ്ങൾ ചെയ്ത് മനുഷ്യൻ നശിക്കുകയാണ്, നശിച്ച് മനുഷ്യൻ തീരുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യനിങ്ങനെ നശിച്ച് തീരുന്നു. മാത്രമല്ല, ഈ പാപിയായ മനുഷ്യന് അവസാനം ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. മനുഷ്യനിങ്ങനെ നശിച്ച് നിത്യനരകത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യരോട് സ്നേഹമുണ്ടായി. മനുഷ്യനിങ്ങനെ നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നാം ബൈബിളിലൊരു വചനം വായിക്കുന്നുണ്ട്. യേശു കർത്താവ് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ആരും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവനെ പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടി ദൈവം ഒരു വലിയ രക്ഷാപദ്ധതി തയ്യാറാക്കുന്നതായിട്ടാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. ദൈവം എങ്ങനെയാണ് രക്ഷാപദ്ധതി തയ്യാറാക്കിയത്? ദൈവത്തിനറിയാം, ഈ പാപത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ പാപമില്ലാത്ത ഒരുവൻ ആവശ്യമാണ്. പാപത്തിന് പരിഹാരം വരുത്തേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാകാൻ ഒരു പാപമില്ലാത്ത രക്തം ചൊരിയേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതായ ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു വലിയ രക്ഷാപദ്ധതി തയ്യാറാക്കി. ആ രക്ഷാപദ്ധതി സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. യേശു ക്രിസ്തുവിനെ എന്തിനാണ് ലോകത്തിലേക്ക് അയച്ചതെന്ന് ചോദിച്ചാൽ, ഈ പാപിയായ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി. അതിനെക്കുറിച്ച് യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നു എന്നുള്ളതിന് ആ ദൈവവചനത്തിൽ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ പാപികളെ രക്ഷിപ്പാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ പിന്നെ ദൈവം യേശുവിനെ അയക്കുകയാണ്.
നാം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം. ആ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചുകൊണ്ട് പാപത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന, പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യനരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ട്, മനുഷ്യവർഗത്തെ സ്നേഹിച്ചിട്ട് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമുക്കറിയാം, ഇന്നേക്കും 2026 വർഷങ്ങൾക്ക് മുൻപേ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് ബത്ലഹേമിൽ ജനിക്കുവാനായിട്ടിടയായി. ആ യേശു ലോകത്തിൽ ജീവിച്ചു. ഈ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമാധാനമില്ല എന്നുള്ളതാണ്. സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുന്ന ആ മനുഷ്യന് സമാധാനവും ആശ്വാസവും നൽകി രക്ഷിപ്പാൻ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നു. നമുക്കറിയാം, യേശു ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപേ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം ആ ശിശുവിൻ്റെ മേലിരിക്കും. ആ ശിശു സമാധാന പ്രഭുവാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ് എന്നുള്ളതായിട്ടുള്ള വചനങ്ങളെ കേൾപ്പിക്കുവാനായിട്ടിടയായി. ആ പ്രവചന നിവൃത്തിയായിട്ട് യേശു കർത്താവ് ബത്ലഹേമിൽ ജനിച്ചു. യേശു കർത്താവ് ജനിച്ചതായ മാത്രയിൽ തന്നെ സ്വർഗത്തിലെ ദൂതന്മാർ ഒരു പാട്ട് പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പാപത്തിൽ ആണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് സമാധാനവുമായിട്ട് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നു. ആ യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു. നാം സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് ബത്ലഹേമിൽ ജനിച്ച് താൻ തൻ്റെ 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പോയി, 30-ാമത്തെ തിരുവയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് തുടർന്ന് പരസ്യ ശുശ്രൂഷ ചെയ്യുകയാണ്. യേശു ചെയ്തതായ പരസ്യ ശുശ്രൂഷകൾ നമുക്കറിയാം. യേശു ക്രിസ്തു കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തന്മാരെ നടക്കുമാറാക്കി, ചെകിടന്മാർക്ക് കേൾവി കൊടുത്തു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ, പ്രവൃത്തികളിലൂടെ യേശു ദൈവപുത്രനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ടിടയായി. അങ്ങനെ യേശു കർത്താവ് ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് യേശു കർത്താവ് മുൻപോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ധാരാളം ജനങ്ങൾ വന്നു. അവരോടൊക്കെ യേശു കർത്താവ് പ്രസംഗിച്ചു. യേശുവിൻ്റെ പ്രസംഗമൊക്കെ വളരെ ലളിതമായിരുന്നു, ലാവണ്യ വാക്കുകളായിരുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നും അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും സ്നേഹത്തിൻ്റെ സന്ദേശം, ക്ഷമയുടെ സന്ദേശം യേശു കർത്താവ് നൽകി. മാനസാന്തരത്തെക്കുറിച്ച് യേശു പറഞ്ഞു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. ഇങ്ങനെ നന്മ സുവിശേഷിച്ചുകൊണ്ട്, രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് മുൻപോട്ട് പോയി. യേശുക്രിസ്തു ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അന്ന് ഉണ്ടായിരുന്നതായിട്ടുള്ള യഹൂദന്മാർ, മഹാപുരോഹിതന്മാരെല്ലാം യേശുവിനെതിരായിട്ട് തീർന്നു. യേശുവിനെതിരായിട്ട് അവരൊക്കെ സംസാരിച്ചു. യേശുവിനെ എതിരായിട്ട് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു, യേശുവിനെ അപമാനിച്ചു, നിന്ദിച്ചു. അവസാനം യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നവരാഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന് എന്താണ് മാർഗം? അവർ യേശുവിനെതിരായിട്ട് പറഞ്ഞിട്ടൊന്നും അത് ഫലിക്കാതെ വന്നപ്പോൾ അവസാനം യേശുവിനെതിരായിട്ട് കള്ളക്കേസുകൾ അവർ കൊടുത്തു. അങ്ങനെ യേശുവിനെതിരായിട്ട് കള്ളക്കേസുകൾ കൊടുത്തു, കള്ളസാക്ഷികളെ അവർ ഹാജരാക്കി. അന്നത്തെ 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടൊന്നും യേശുവിൽ യാതൊരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. യാതൊരു കുറ്റവുമില്ലാത്ത ഈ യേശുവിനെ അവരവസാനം ക്രൂശിക്കണമെന്നവർ പറഞ്ഞു. അവസാനം അന്നത്തെ മഹാപുരോഹിതന്മാരുടെ വാക്കുകൾക്കനുസൃതമായി ഹെരോദ രാജാവ് പോലെയുള്ളവർ പീലാത്തോസൊക്കെ യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. യാതൊരു പാപവും ചെയ്യാത്തവൻ,
യാതൊരു കുറ്റവും ചെയ്യാത്ത ആ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് അവർ ഏൽപ്പിച്ചു കൊടുത്തു. അത് ദൈവവും കൂടെ അനുവദിച്ചു. എന്തുകൊണ്ടാണ് യേശുവിനെ അങ്ങനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത്, ദൈവം അനുവദിച്ചതെന്ന് ചോദിച്ചാൽ, ഏദേൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്തു പോയ പാപത്തിന്, ലോകത്തിലെ മനുഷ്യരെല്ലാം പാപത്തിൽ ജീവിക്കുമ്പോൾ ആ പാപത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ആ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരുവൻ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം അനുവദിച്ചു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ട് പാപികളായ മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു. യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ യേശുവിനെ കൊണ്ടുവന്നങ്ങ് ക്രൂശിക്കുകയല്ലായിരുന്നു. യേശുവിനെ ആദ്യം ഒരുപാട് അടിച്ചു, തൻ്റെ വിലാപ്പുറത്ത് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചു. യേശുവിൻ്റെ തലയിലെ മുൾക്കിരീടം അണിയിച്ചു, കാലിലും കയ്യിലുമെല്ലാം ഇരുമ്പാണികൾ അടിച്ചു താഴ്ത്തി. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തം ആ ശരീരത്തിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞ് ആ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഒടുവിൽ യേശുവിനെ ക്രൂശിക്കുകയാണ്. യേശുവിനെ ക്രൂശിച്ചു, യേശു മരിച്ചു. യേശുവിനെ ശരീരം അടക്കം ചെയ്ത് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അന്ന് ജീവിച്ചിരുന്ന 500-ലധികം പേർക്ക് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് അനേകർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ടിടയായി. യേശു പലർക്കും പ്രത്യക്ഷനായി, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു താൻ അവസാനം സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് പോകുവാനിടയായി. അപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെയൊക്കെ പാടുകൾ പെട്ടത്, ക്രൂശ് മരണം ഏൽപ്പിച്ചത് പാപിയായ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ രക്ഷ ഇത്ര വലിയ രക്ഷയായി തീർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് തകർക്കപ്പെട്ടതിൽ കൂടെ ലഭിച്ചതായ രക്ഷയാണ് ഇത്ര വലിയ രക്ഷ. അപ്പോൾ ഈ രക്ഷ വളരെ വലുതാണ്. അപ്പോൾ എന്തുവാണ് ഈ രക്ഷ വലുതായി തീരുന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ, മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയ രക്ഷ കാൽവരി ക്രൂശിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ മനുഷ്യരും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ നിത്യനരകത്തിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മൾ കേൾക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ അനേകർ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുന്നു. നാം വിവിധ മാധ്യമങ്ങളിലൂടെ, ബൈബിൾ വായനയിലൂടെ, ലഘുലേഖകളിലൂടെ, പല പുസ്തകങ്ങളിലൂടെ, പല മാർഗങ്ങളിലൂടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെ കേൾക്കുന്നതായ ഒരു വ്യക്തി, എനിക്ക് സ്വർഗം വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം എന്നാഗ്രഹിച്ചിട്ട് ആരെങ്കിലും ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും എൻ്റെ പാപത്തിനും കൂടെ വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ ആ മനുഷ്യൻ്റെ പാപത്തെ ദൈവം ക്ഷമിക്കുകയാണ്. ഏത് പാപമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, ബൈബിളിൽ പറയുകയാണ്, രക്താംബരം പോലെ കടുച്ചുവപ്പായിരുന്നാലും അതിന് ഹിമം പോലെ വെളുപ്പിക്കും. അപ്പോൾ മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? അവന് സമാധാനമില്ല, സന്തോഷമില്ല, പ്രത്യാശയില്ല, നിരാശ, ദുഃഖം, വേദന, ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത, മദ്യപിക്കുവാനും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുവാനുള്ള ആർത്തി, ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തോന്നുന്ന തോന്നലുകൾ. ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗം, ഇങ്ങനെ മനുഷ്യൻ വല്ലാത്ത അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ നിത്യനരകത്തിലേക്കാണ് പോകുന്നത്.
അപ്പോൾ അങ്ങനെ പോകാതെ എനിക്ക് സമാധാനം വേണം, സൗഖ്യം വേണം, എനിക്ക് രക്ഷ വേണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനായിട്ടിടയാകും. നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. നാം വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരു വലിയ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. പാപത്തിൽ നിന്ന് മനുഷ്യ രക്ഷിപ്പാൻ കഴിവുള്ള രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തു സമാധാനം തരുന്നവനാണ്, സന്തോഷം തരുന്നവനാണ്. ആ യേശു ക്രിസ്തു നമുക്ക് തരുന്ന പ്രത്യാശ, യേശു ഇന്ന് എന്താണ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ, സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആരെങ്കിലും പറയുകയാണ്, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്കൊരു ദൈവപൈതലായിട്ട് ജീവിക്കണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നാരെങ്കിലും ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് ആ വ്യക്തികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മെ രക്ഷിക്കുവാനായിട്ടിടയാകും. അങ്ങനെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ യേശു വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ആ യേശു കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. രക്ഷ പ്രാപിപ്പാൻ, സമാധാനം പ്രാപിപ്പാൻ, സന്തോഷം പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ ആ യേശു കർത്താവ് വിളിക്കുകയാണ്. യേശു കർത്താവ് എങ്ങനെയാണ് വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് യേശു കർത്താവ് വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, അനുഗ്രഹിക്കപ്പെടാൻ ഈ യേശു കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ ദൈവകൃപയിലേക്ക് വരാൻ? അപ്പോൾ നാം രക്ഷ പ്രാപിപ്പാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്നാമത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കുന്നത്? ആ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും എൻ്റെ രക്ഷകനാണെന്നും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്നും ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് യേശുവിൽ വിശ്വസിക്കുക. രണ്ടാമത്, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നാം പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങനെ ഹൃദയത്തിലേക്ക് വരണം, എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക, ദൈവത്തിനായിട്ട് ജീവിതം സമർപ്പിക്കുക. അങ്ങനെ നാം ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രക്ഷയുടെ ആവശ്യകത എന്തെന്ന് തന്നെ നമുക്ക് മനസ്സിലായല്ലോ. മനുഷ്യൻ പാപിയായതുകൊണ്ട് ആ പാപാവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ്. അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ഒരു ദൈവപൈതലായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. അതേ സമയത്ത് നാം രക്ഷിക്കപ്പെടാതെ, യേശുവിനെ അംഗീകരിക്കാതെ നാം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ അവസാനം നിത്യ നരകത്തിലേക്ക് പോകും. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പിന്നെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവകൃപയിലേക്ക് വരിക, യേശുവിനായിട്ട് ജീവിതം നിങ്ങൾ കൊടുക്കുക, ദൈവത്തിനായിട്ട് കൊടുക്കുക. അങ്ങനെ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, സൗഖ്യമുണ്ടാകും. ഈ ലോകത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ബൈബിൾ പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സേവിക്കുക. നിങ്ങളുടെ ജീവിതം ദൈവത്തിനായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഇത്ര വലിയ രക്ഷ നമുക്ക് കരസ്ഥമാക്കി സമാധാനത്തോടെ ജീവിക്കുവാനും അവസാനം സ്വർഗരാജ്യത്തിൽ എത്തുവാനും സാധിക്കും. അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവർ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് ദൈവ
ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. വിവിധ പ്രശ്നങ്ങളിലായിരിക്കുന്നവർക്ക് ദൈവം വിടുതൽ നൽകണമേ. എല്ലാവരെയും ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.